പ്രമേഹ രോഗം ബാധിച്ച് അമ്മയുടെ കാൽവിരലും പിന്നീട് മുട്ടിന് താഴോട്ടുള്ള ഭാഗവും ഒക്കെ മുറിച്ചു മാറ്റിയപ്പോൾ ഒരു യുവാവ് വളരെയധികം സങ്കടപ്പെട്ടു. ഇനി കേരളത്തിലെ ഒരു അമ്മമാർക്കും ഇങ്ങനെ പ്രമേഹം ബാധിച്ച കാൽ മുറിക്കേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിന് പല വഴികൾ അന്വേഷിച്ചു, ഒരുപാട് ഗവേഷണം നടത്തി. ഒടുവിൽ ഒരു ഒറ്റമൂലി അദ്ദേഹം കണ്ടെത്തി. അതിന്റെ പേരാണ് CP റിഫ്ലക്സ് തെറാപ്പി എന്ന് പറയുന്ന ചെപ്പടി വിദ്യ അല്ലെങ്കിൽ ഒറ്റമൂലി. ഇതിനകത്ത് മരുന്നില്ല, മന്ത്രമില്ല, ഇഞ്ചക്ഷനുകളില്ല, എന്തിന് ഒരു തൈലം പോലുമില്ല. ഈ വിദ്യയെക്കുറിച്ച് ഇത് കണ്ടെത്തിയ ശ്രീ ചന്ദ്രൻ പൂച്ചക്കാട് നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരാൾക്ക് പെട്ടെന്ന് ക്ഷീണം സംഭവിക്കുകയും ബോധക്ഷയം സംഭവിക്കുകയാണെങ്കിൽ ആളുകൾ ആദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളും കാൽവെള്ളയും കൈവെള്ളയും, നമ്മൾ ആദ്യം പറഞ്ഞ ഇതാണ്, കാൽവെള്ള ഐസ് പോലെ തണുത്തു എന്നാണ്, അല്ലെങ്കിൽ കൈവെള്ള ഐസ് പോലെ തണുത്തു എന്നാണ്. അതിൻ്റെ അർത്ഥം ഇതൊന്നും മെഡിക്കൽ സയൻസ് സൂചിപ്പിക്കുന്ന കാര്യങ്ങളല്ല, നാട്ടിൽ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പാരമ്പര്യമായ വിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. ഒരാളുടെ ആരോഗ്യം ക്ഷയിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കാൽപാദങ്ങളിൽ ചൂട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് CP റിഫ്ലക്സ് മർമ്മ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാൽപാദങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അവിടുത്തെ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് ആവശ്യമായ തെറാപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടെമ്പറേച്ചർ നിലനിർത്തുന്നതിന് ആവശ്യമായ തെറാപ്പിയോടൊപ്പം തന്നെ നമുക്ക് മരുന്നോ അല്ലെങ്കിൽ തൈലമോ യാതൊരു ആവശ്യമില്ല. മനുഷ്യ ശക്തി കൊണ്ട് തന്നെ ഊർജത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, കൈനറ്റിക് എനർജിയെ ബയോളജിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് CP റിഫ്ലക്സ് മർമ്മയിലൂടെ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത്. അതിലൂടെയാണ് ശരീരം റീചാർജ് ചെയ്യപ്പെടുന്നത്. ശ്രീ ചന്ദ്രൻ പൂച്ചക്കാടിന്റെ വാക്കുകളിൽ നിന്ന് ചികിത്സ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ചന്ദ്രൻ പൂച്ചക്കാടിനെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് അറിയാം. ലോകപ്രശസ്തനായ ലാമിനേറ്ററാണ് ശ്രീ ചന്ദ്രൻ പൂച്ചക്കാട്. അതുപോലെ നോവലിസ്റ്റാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയാണ്. ചന്ദ്രൻ പൂച്ചക്കാടിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിലെ 1 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈമായി ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ. ഈ തൊഴിൽ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പൂച്ചക്കാട് വലിയൊരു ആശുപത്രിയൊക്കെ കെട്ടി 1 ലക്ഷം പേരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യും, ജോലി കൊടുക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അയൽപക്കത്ത് ഒരു പ്രമേഹ രോഗി ഉണ്ടെങ്കിൽ, അവരുടെ കൈകാലുകളിൽ അല്ലെങ്കിൽ കാലുകളിൽ മരവിപ്പ്, നംനസ് ഉണ്ടെങ്കിൽ, അവരുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ, അവരുടെ കാലിന്റെ മരവിപ്പ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ആ ചികിത്സ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോലിയുമാകും, നിങ്ങൾക്കൊരു വരുമാനവുമാകും. ഇതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തെക്കുറിച്ചും അദ്ദേഹം ഞങ്ങളോട് വിശദമായി സംസാരിച്ചു. അതായത് നമ്മൾ പുതിയ ഒരു സമ്പ്രദായം ലോകത്തിന് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 അവസ്ഥകളാണുള്ളത്. ഒന്ന്, ഇതിന് ആവശ്യക്കാരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇവിടെ നമ്മളുടെ ആവശ്യക്കാരെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജനതയുടെ 25% മുതൽ 35% വരെയുള്ള ആളുകളാണ്. ഏകദേശം 1 കോടി ജനത്തോളം ആളുകൾക്ക് ഈ തെറാപ്പി ആവശ്യമാണ്. രണ്ടാമത്, അതിനുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ തെറാപ്പിസ്റ്റുകളുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ കോളേജുകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ ശേഷി ഉപയോഗപ്പെടുത്തി കേരളത്തിൽ നടന്ന 2 വലിയ ക്യാമ്പയിനുകളിൽ ഒന്നാണ് സാക്ഷരതാ പഠനം. കോളേജ് തലത്തിൽ തന്നെ വിദ്യാർത്ഥികൾ അതൊരു വലിയ ചാലഞ്ചായി ഏറ്റെടുത്തു. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ വന്ന കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് നമ്മുടെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചത്. അപ്പം ഈ യുവാക്കളുടെ ഒരു ശേഷി ഇതുവരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പാർട്ട് ടൈം സമയം നമ്മുടെ ഈ സമൂഹത്തിന് ഒരു തെറാപ്പി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് നേടാൻ പറ്റും. സമൂഹത്തിന് ആവശ്യമായ ആരോഗ്യ സമ്പ്രദായം മാറ്റിയെടുക്കാനും പറ്റും. ചെറുപ്പക്കാർക്ക് തൊഴിലവസരം കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. പ്രമേഹത്തിന് മാത്രമല്ല, നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയുണ്ടോ, അതിന് ഈ ചികിത്സ അത്യന്താപേക്ഷിതമാണ്. ചികിത്സ വളരെ ഗുണകരമാണ്. അതുപോലെ നിങ്ങൾക്ക് ഉത്കണ്ഠ, ടെൻഷൻ, സമ്മർദ്ദം, സ്ട്രെസ്, ഇതൊക്കെ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഇല്ലല്ലോ. ഇതൊക്കെ അതായത് ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും പ്രധാനമാണ്. മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം. അതിനും ഈ ചികിത്സ വളരെ ഗുണകരമാണ്. ഏതായാലും ചന്ദ്രൻ പൂച്ചക്കാട് വളരെ ഇക്കാര്യത്തെക്കുറിച്ച് പ്രചരണ പരിപാടികൾ, ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പയിനുകളുടെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഇതിനകം തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞു.
ഏതായാലും ചന്ദ്രൻ പൂച്ചക്കാടിന് വിസ്മയ ന്യൂസിന്റെ എല്ലാ വിജയ ആശംസകളും.